ഇത് ഇതിന്റെ അഞ്ചാമത്തെ ഒരു സന്ദേശമാണ്. And I pray that this would be a blessing for each one of ഇത് us. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. We are bringing different messages from different angles. ആമേൻ. വ്യത്യസ്തമായ ദിശയിൽ നിന്ന് ഇതിനെക്കുറിച്ച് സന്ദേശങ്ങൾ നിങ്ങളോട് പങ്കിടുകയാണ്. So I'm hoping that this is going to be a blessing. എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറും. So this today, the series that I would title as the divine design of the church. ആമേൻ. ഇതിന്റെ തലക്കെട്ടായി ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവികമായ സഭയ്ക്ക് ദൈവികമായ രൂപരേഖ. The divine design of the church. സഭയുടെ ദൈവികമായ രൂപം. All right. So in this I'm going to share about one head, one body, one purpose, one goal and our mission, one mission. ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്ഥലത്തെക്കുറിച്ചും ഒരു ശരീരത്തെക്കുറിച്ചും ഒരു ഉദ്ദേശത്തെക്കുറിച്ചും ഒരു ലക്ഷ്യവും അതുപോലെ തന്നെ ഒരു ദൗത്യത്തെക്കുറിച്ചുമാണ്. We have learned that church is an eternal plan of God. നാം പഠിക്കുവാനിടയായി സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിത്യമായ ഒരു ചിന്തയായിരുന്നു. Church is purchased by the blood of Jesus Christ. സഭയെ വിലയ്ക്ക് വാങ്ങിയത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ്. And empowered by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെടുവാനുമിടയായി. Now we are going to take a deeper step into this. ആമേൻ. ഇതിലേക്ക് അല്പം ആഴമായി ഒന്ന് നമ്മൾ ഇറങ്ങാൻ പോകുകയാണ്. Why did God design the way church is functioning today? ഇന്ന് സഭ പ്രവർത്തിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരം ഇതിനെ രൂപരേഖ ചെയ്യുവാനിടയായത്? Church looks very different. സഭ വളരെ വ്യത്യസ്തമായി ഇരിക്കുന്നു. There are 5 ministerial offices. ആമേൻ. 5 വ്യത്യസ്തതരമായിട്ടുള്ള ശുശ്രൂഷകളുണ്ട്. There are apostles, there are prophets, there are teachers, evangelists and all those things that we see. ആമേൻ. Pastors. അപ്പോസ്തലന്മാര്, ഇടയന്മാര്, സുവിശേഷകന്മാര്, ഉപദേഷ്ടാക്കന്മാര് അപ്രകാരമുണ്ട്. And then we see the functioning of the church in different things. ആമേൻ. മറ്റ് വ്യത്യസ്ത രീതിയിലുള്ള അതിന്റെ സഭയുടെ പ്രവൃത്തികളും നാം കാണുവാനിടയായി. Why would God design like this? എന്തിനു വേണ്ടിയാണ് ദൈവം ഇപ്രകാരം ഡിസൈൻ ചെയ്യുവാനിടയായത്? Church is not an organization. സഭ എന്ന് പറയുന്നത് വെറും ഒരു ഓർഗനൈസേഷൻ അല്ല. Church is not a religious institution. ഇതും ഒരു മതസ്ഥാപനമല്ല. Church is not a weekly gathering. സഭ എന്ന് പറയുന്നത് ആഴ്ചതോറും വരുന്ന ഒരു കൂടിവരവുമല്ല. Yeah, you can go forward with the slides, okay? So, church is actually God's visible manifestation of Christ on earth. സഭ എന്ന് പറയുന്നത് ദൈവം ഭൂമിയിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. So, always remember, as a church, when we come together, സഭയായി നാം ഒരുമിച്ച് കടന്നു വരുമ്പോൾ it's not just an organization. ഇത് വെറും ഒരു ഓർഗനൈസേഷൻ അല്ല. Not something a denomination. ഇത് ഒരു ഡിനോമിനേഷനുമല്ല. It's also not about gathering. ഇത് വരുന്ന കൂടിവരവിലുമല്ല. But church is meant to be a visible presentation of Christ. ആമേൻ. ഇത് ക്രിസ്തുവിന്റെ കാണാൻ പറ്റുന്ന ഒരു വെളിപ്പാടാണ്. Have you ever wondered why God saved us and he didn't leave us like this? Okay, you are saved, you live like a believer, it's personal. ആമേൻ. ക്രിസ്തു നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വെറുതെ അങ്ങനെ വിട്ടിട്ടില്ല. Because Christianity was never meant to be personal. ആമേൻ. Christianity was meant to be personal but never meant to be private. ആമേൻ. ക്രിസ്ത്യാനിറ്റി അത് പേഴ്സണൽ ആണ്, പക്ഷേ ഒരിക്കലും അത് പ്രൈവറ്റ് ആകുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. Christianity is always public. ക്രിസ്ത്യാനിറ്റി എപ്പോഴും അത് പബ്ലിക്കാണ്. Experience is personal. നമ്മുടെ അനുഭവങ്ങൾ അത് നമുക്ക് വ്യക്തിപരമായുള്ളതാണ്. Have you ever thought about why we need pastors? ആമേൻ. എന്തിനാണ് നമുക്ക് പാസ്റ്റർമാരെ ആവശ്യം? Why we need apostles? എന്തിനാണ് അപ്പോസ്തലന്മാരെ ആവശ്യം? Why can't we just walk alone? നമുക്ക് ഒറ്റയ്ക്ക് അങ്ങ് നടന്നാൽ പോരെ? Why all these gifts? ആമേൻ. ഈ കൃപാവരങ്ങളുടെ ആവശ്യം എന്താണ്? Why we have to worship together? എന്തിനാണ് ഒരുമിച്ച് കൂടി വന്ന് ആരാധിക്കേണ്ടത്? Why this fellowship? എന്തിനാണ് ഈ കൂട്ടായ്മയുടെ ആവശ്യം? Why is this accountability? ആമേൻ. എന്തിനാണ് അന്യോന്യം ഈ അക്കൗണ്ടബിലിറ്റിയുടെ ആവശ്യം? Why pastor has to text me when I'm not there? ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ എന്തിനു വേണ്ടിയാണ് പാസ്റ്റർ വിളിച്ച് ടെക്സ്റ്റ് ചെയ്യേണ്ട ആവശ്യം? Why we ask each other, where were you last week? ആമേൻ. കഴിഞ്ഞ ആഴ്ച നിങ്ങളെ കണ്ടില്ലോ, എന്തിനാണ് നമ്മൾ അത് ചോദിക്കുന്നത്? Why I had to run from PCNAC to this Sunday service? ആമേൻ. പീസിനാക്ക് കളഞ്ഞിട്ട് ഞാൻ എന്തിനാണ് ഞായറാഴ്ച ഇവിടെ ഓടി വരേണ്ട ആവശ്യം? When I was saying that, one pastor asked,
He just said, അവൻ ഒരു പാസ്റ്റർ എന്നോട് ഇപ്രകാരം പറഞ്ഞു, Pastor, don't worry, you don't have to go. അവൻ പാസ്റ്റർ പോകേണ്ട ആവശ്യമില്ല, Calvary will still survive. അവൻ കാൽവറി അവിടെ ജീവനോടെ കാണും. I said Calvary will survive better without me. അവൻ ഞാൻ ഇല്ലെങ്കിൽ കാൽവറി നന്നായി പോകും. Yes, because we have great men of God here. ഇവിടെ ശ്രേഷ്ഠകരമായ ദേവദാസന്മാരുണ്ട്. I will not survive without them. പക്ഷേ അവരില്ലാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയും. I want to go there. അതുകൊണ്ടാണ് എനിക്ക് പോകേണ്ട ആവശ്യമാണ്. I cannot miss you guys. അവൻ നിങ്ങളെ അങ്ങനെ വിട്ടിരിക്കാൻ എനിക്ക് It's കഴിയില്ല. hard for me to miss one Sunday. അവൻ ഒരു ഞായറാഴ്ച പിരിഞ്ഞിരിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. So as soon as I was missing you guys, we both were missing you guys, and we wanted to be here deliberately. അവൻ തീർച്ചയായിട്ടും മനഃപൂർവ്വമായി നിങ്ങളെ ഇവിടെ വന്ന് പങ്കെടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. So why all these things? എന്തിനു വേണ്ടിയാണ് ഇപ്രകാരമുള്ള കാര്യങ്ങളല്ല? You know, the simple reason is that God has saved us, and God wants us, each individual, so that we can be together. അവൻ ദൈവം നമ്മളെ രക്ഷിക്കപ്പെടുന്ന നമ്മളെ സേവ് ചെയ്തത് നാം ഒരുമിച്ചായിരിക്കുവാൻ വേണ്ടിയാണ്. He didn't just forgive our sins, ദൈവം നമ്മളെ പാപങ്ങളെ ക്ഷമിക്കുക but മാത്രമല്ലായിരുന്നു, He also created a body. അവൻ ദൈവം ഒരു ശരീരം രൂപീകരിക്കുക And കൂടിയായിരുന്നു. that body is the church of Jesus Christ. ആ ശരീരമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭ എന്ന് So പറയുന്നത്. let's look some important things in here. ഇതിലുള്ള ചില പ്രധാനപ്പെട്ട വസ്തുതകൾ The നമുക്ക് very നോക്കാം. first thing, the design number one is we have only one head. ആമേൻ. ഈ രൂപത്തിൽ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരേ ഒരു തല മാത്രമേ ഉള്ളൂ. Christ rules His church. ക്രിസ്തു തന്റെ സഭയെ ഭരിക്കുന്നു. See, there are so many churches around us. നമ്മുടെ ചുറ്റും ഒരുപാട് സഭകളുണ്ട്. Always remember, not all churches work in this truth. ആമേൻ. ഈ സത്യത്തിലല്ല എല്ലാ സഭയും പ്രവർത്തിക്കുന്നത്. Colossians 1:18 says, കൊലോസ്യർക്ക് ലേഖനം 1:18 നാം വായിക്കുമ്പോൾ Paul is reminding us this. പൗലോസ് ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. Jesus is the head of the body. ആമേൻ. സഭയാം ശരീരത്തിന്റെ തല The ക്രിസ്തുവാകുന്നു. church is the body of Jesus Christ. ഈ സഭ കർത്താവിന്റെ ശരീരമത്രേ. Friends, remember one thing. ഒരു കാര്യം നാം ഓർത്തിരിക്കണം. Every church that is connected to Christ is the church of Jesus Christ. ആമേൻ. ഏതൊരു സഭയും ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നോ അത് ക്രിസ്തുവിന്റെ സഭയാണ്. Every organization has a leader. ആമേൻ. എല്ലാ ഓർഗനൈസേഷനിലും ഒരു നേതൃത്വത്തിൽ ഒരാളുണ്ട്. Every company has a CEO. എല്ലാ കമ്പനിക്കും ഒരു സിഇഒ ഉണ്ട്. Every nation has a government. എല്ലാ രാജ്യത്തിനും ഒരു ഗവൺമെന്റ് ഉണ്ട്. But the church has only one head. പക്ഷെ സഭയ്ക്ക് ഒരേ ഒരു തല മാത്രമേ And ഉള്ളൂ. the head is Jesus ആ Christ. തല കർത്താവായ യേശുക്രിസ്തുവത്രേ. Christ is the founder of the church. സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവത്രേ. He is our present Lord in this church. ആമേൻ. സഭയ്ക്കകത്ത് കർത്തൃത്വം നടക്കുന്നത് കർത്താവത്രേ. He determines our doctrine. ആമേൻ. നമ്മുടെ പ്രമാണങ്ങൾ തീരുമാനിക്കുന്നത് കർത്താവത്രേ. He determines our mission. നമ്മുടെ ദൗത്യം തീരുമാനിക്കുന്നത് He കർത്താവത്രേ. determines our direction. നമ്മുടെ ഡിറക്ഷൻസ് നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതും He കർത്താവത്രേ. determines our values. നമ്മുടെ വാല്യൂ മൂല്യങ്ങൾ തീരുമാനിക്കുന്നതും കർത്താവത്രേ. Value of the church is not determined by a pastor. ഒരു പാസ്റ്റർ അല്ല സഭയുടെ മൂല്യം തീരുമാനിക്കുന്നത്. No, nobody else determines the direction of the church. സഭയുടെ ദിശ തീരുമാനിക്കുന്നത് മറ്റാരുമല്ല. Church does not belong to anybody else. ആമേൻ. മറ്റാർക്കുമുള്ളതല്ല സഭ. It doesn't belong to denomination. ഇത് ഏതോ ഡിനോമിനേഷൻ ഉള്ളതല്ല. But the church belongs to Jesus Christ. പക്ഷേ സഭ കർത്താവായ യേശുക്രിസ്തുവിനുള്ളതാണ്. And that's why I want to let you know അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ, that Christ owns the church. ആമേൻ. ക്രിസ്തു തന്നെ സഭയെ അതിന്റെ ഉടമസ്ഥാവകാശമായിരിക്കുന്നു. Christ governs the church. സഭയെ ഭരിക്കുന്നത് ക്രിസ്തുവത്രേ. Christ directs the church. ക്രിസ്തുവത്രേ സഭയെ നയിക്കുന്നത്. Christ built the church. ക്രിസ്തുവത്രേ സഭയെ പണിതെടുക്കുന്നത്. Can we just praise God for that? അത് ഓർത്ത് നമുക്ക് കർത്താവിനെ ഒന്ന് That's why സ്തുതിക്കുവാൻ we were കഴിയുമോ? singing together. അതുകൊണ്ടായിരുന്നു നാം ഒരുമിച്ച് പാടിയത്. Jesus is the center of the church. സഭയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ക്രിസ്തുവത്രേ. Jesus is the center of our life. നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം ക്രിസ്തുവത്രേ. Come on, church, can we give a big hand to the Lord and worship the name of the Lord? അത് ഓർത്ത കർത്താവിനെ ഒന്ന് കരങ്ങളടിച്ച് സ്തുതിക്കുവാൻ കഴിയുമോ? How many of you acknowledge that Jesus is the head of your life? ആമേൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ തലയായി ക്രിസ്തുവാണെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? Amen. ആമേൻ. Remember that nobody else can replace that. ആമേൻ. അതിനെ മാറ്റിവെക്കുവാൻ മറ്റാർക്കും കഴിയുകയില്ല. That's why Jesus says in Matthew 16:18, അതുകൊണ്ട് മത്തായി സുവിശേഷം 16:18 പ്രകാരം കർത്താവ് പറയുന്നത്, I will build my church and gates of Hades shall not overcome it. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. Come on, a healthy church is not where everyone gets their way.
ആമേൻ. എല്ലാവർക്കും അവരവരുടെ രീതിയിൽ പോകുന്നതല്ല ഒരു നല്ല സഭയുടെ രീതി. A healthy church is not, okay, let's do this, everyone has an opinion. ഒരു ആരോഗ്യമുള്ള സഭയിൽ എല്ലാവർക്കും അവരുടെ രീതിയിലല്ല പോകുന്നത്. A healthy church is that submits to the will of Jesus Christ. ആമേൻ. ദൈവത്തിന്റെ ഹിതത്തിന് കീഴടക്കിയിരിക്കുന്നതാണ് ഒരു നല്ല സഭയുടെ ലക്ഷണം. Number 2. രണ്ടാമതായി, If there is only one head, then it's only one body. ഒരു തലയാണെങ്കിൽ ഒരു ശരീരവുമേ ഉള്ളൂ. 1 Corinthians 12:12 says, ആമേൻ. 1 കൊരിന്ത്യർക്ക് ലേഖനം 12:12 നാം for വായിക്കുന്നു. the body is one and has many members. ഒരു ശരീരത്തിൽ അനേക അവയവങ്ങളുള്ളത് പോലെ. So church, we all belongs to the church. ആമേൻ. നാം എല്ലാവരും ഈ സഭയിൽ അംഗങ്ങളാണ്. Every believer belongs. ആമേൻ. ഓരോ വ്യക്തികൾക്കും ഇവിടെ അംഗത്വമുണ്ട്. Paul is comparing the church to a body. ആമേൻ. പൗലോസ് ഇവിടെ സഭയെ ഒരു ശരീരമായി ഉപമിക്കുകയാണ്. Because body teaches us every member has life. ആമേൻ. ശരീരത്തിലെ ഓരോ ഭാഗത്തിനും ജീവനുണ്ട്. Every member has value. ആ സഭയിലെ ഓരോ വ്യക്തിക്കും ഓരോ മൂല്യമുണ്ട്. Every member has a function. ഓരോ വ്യക്തിക്കും ഓരോ പ്രവൃത്തിയുണ്ട്. Every member need each other. ഓരോ വ്യക്തിക്കും അന്യോന്യം ആവശ്യങ്ങളുണ്ട്. And every member strengthens the whole body. ഓരോ വ്യക്തിയും കൂടിച്ചേർന്ന് ആ ശരീരത്തെ ബലവത്താക്കുന്നു. I cannot say I cannot say I will not be a part of the body. ആമേൻ. കണ്ണിന് പറയാൻ കഴിയില്ല ഞാൻ ഇനി ശരീരത്തിന്റെ ഭാഗമല്ല. I cannot say I don't need you ear. ആമേൻ. കണ്ണിന് പറയാൻ കഴിയില്ല എനിക്ക് ഇനി ചെവി ആവശ്യമില്ലെന്ന്. Ear cannot say I don't need you tongue. ആമേൻ. ചെവിക്ക് പറയാൻ കഴിയില്ല എനിക്ക് നാക്കിന് ആവശ്യമില്ലെന്ന്. Hands cannot say I don't need you feet. ആമേൻ. കൈക്ക് കാലിനെ ആവശ്യമില്ലെന്ന് പറയാൻ കഴിയില്ല. In the same way, അതുപോലെ തന്നെ every member in the church is important. അതുപോലെ തന്നെ സഭയിലെ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അതിന്റെ പ്രാധാന്യമുണ്ട്. You know, no one is insignificant here. ആമേൻ. ഇവിടെ കുറവായിട്ടുള്ള ആരുമില്ല. This is where we need to understand why God said you are one body. ഇത് നാം മനസ്സിലാക്കണമെങ്കിൽ ഇതിനോട് വേണ്ടിയാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഒരു ശരീരമാകുന്നു. Hand cannot compare itself with feet. ആമേൻ. കൈക്ക് കാലുമായി താരതമ്യം ചെയ്യുവാൻ കഴിയില്ല. Hand is important. കൈക്ക് അതിന്റെയായ പ്രാധാന്യതയുണ്ട്. Feet is important. കാലിന് അതിന്റെയായ I പ്രാധാന്യമുണ്ട്. cannot compare with ears. ആമേൻ. കണ്ണിന് ചെവിയുമായി താരതമ്യം ചെയ്യുവാൻ Because കഴിയില്ല. eye is important in its place. ആമേൻ. കണ്ണിന് കണ്ണിൻ്റെതായിട്ടുള്ള പ്രാധാന്യതയുണ്ട്. Ear is important in its place. ആമേൻ. ചെവിക്ക് ചെവിയുടേതായിട്ടുള്ള Now പ്രാധാന്യതയുണ്ട്. church, listen this very carefully. സഭ ഇനിയും വ്യക്തമായി ഇത് കേൾക്കുക. Everybody is different. ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ്. And everybody is important. ഓരോ വ്യക്തികളും പ്രാധാന്യമുള്ളതാണ്. I cannot do everything that you all do. ആമേൻ. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. Right? If I think I will be all in all, ആമേൻ. ഞാൻ എല്ലാം ചെയ്യും all in all ആണെന്ന് ഞാൻ വിചാരിച്ചാൽ this church will never grow. ഒരിക്കലും ഈ സഭ വളരുകയില്ല. I have my limitations. എനിക്ക് എന്റേതായിട്ടുള്ള What പരിമിതികളുണ്ട്. I can do, Pastor Danny cannot do. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പാസ്റ്റർ ഡാനിക്ക് ചെയ്യുവാൻ What കഴിയില്ല. Pastor Danny can do, I cannot do. പാസ്റ്റർ ഡാനിക്ക് ചെയ്യുന്നത് എനിക്ക് ചെയ്യുവാൻ What കഴിയില്ല. we both does, Pastor Blesson cannot do. ആമേൻ. ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് ബ്ലസൻ പാസ്റ്റർക്ക് ചെയ്യുവാൻ And what കഴിയില്ല. he does, we cannot do. പാസ്റ്റർ ബ്ലസൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് ചെയ്യുവാനും കഴിയില്ല. Amen. ആമേൻ. I cannot go and play music. എനിക്ക് പോയി വാദ്യോപകരണങ്ങൾ വായിക്കുവാൻ These കഴിയില്ല. guys does a good job there. ആമേൻ. ഈ വ്യക്തികൾ ഈ മ്യൂസീഷ്യൻസ് നന്നായി ചെയ്യുന്നു. I have no idea about sound. എനിക്ക് സൗണ്ടിനെ കുറിച്ച് ഒരു ജ്ഞാനവുമില്ല. But you hear beautifully because there is a sound engineer there. ആമേൻ. പക്ഷെ നിങ്ങൾ നന്നായി ഇതിൽ കൂടി കേൾക്കുന്നത് നല്ലൊരു സൗണ്ട് എഞ്ചിനീയർ I don't ഉള്ളതുകൊണ്ടാണ്. know how this thing works. ഇത് എപ്പോഴാ പ്രവർത്തിക്കുന്നത് But എനിക്കറിയില്ല. somebody sitting in back, they know how to do it. പക്ഷേ ഇത് പ്രവർത്തിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി അത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. You know, when somebody comes into the church, ആമേൻ. ഒരു വ്യക്തി സഭയിലേക്ക് കടന്നു വരുമ്പോൾ I am not there to greet. ആമേൻ. അവരെ സ്വീകരിക്കുവാൻ ഞാനില്ല. But on my behalf, പക്ഷേ എനിക്ക് പകരമായി somebody is standing there, അവിടെ നിൽപ്പുണ്ട് ആൾക്കാര്. putting a smile on their face. ആമേൻ. നല്ല പുഞ്ചിരിയോടുകൂടെ. Yes, they might have gone through bad days. ആമേൻ. അവർക്ക് ഈ ആഴ്ച മോശപ്പെട്ട But with a ദിവസങ്ങളായിരിക്കാം. smiling face when they say, welcome to Calvary Assembly. പക്ഷെ ചിരിച്ചുകൊണ്ട് കൈ കൊടുത്ത് അവർ പറയും കാൽവറി അസംബ്ലിയിലേക്ക് സ്വാഗതം. We all play different roles. നാം ഓരോരുത്തരും വ്യത്യസ്ത ഭാഗങ്ങൾ നാം ചെയ്യുന്നുണ്ട്. I don't know how to take pictures. എനിക്ക് നന്നായി പടം എടുക്കുവാൻ അറിയില്ല. But there are people who take good pictures. പക്ഷെ നന്നായി ഫോട്ടോ എടുക്കാൻ അറിയുന്നവരുണ്ട്. My face may be photogenic. They do a good job, and that's why I look good there on the pictures. അവർക്ക് നന്നായി ഫോട്ടോ എടുക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് എന്റെ മുഖം നന്നായി ഇരിക്കുന്നത്. So everybody plays a role. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള I cannot ഭാഗങ്ങളുണ്ട്. compare myself with him. ആമേൻ. എനിക്ക് മറ്റൊരു വ്യക്തിയുമായി താരതമ്യം ചെയ്യുവാൻ Now കഴിയില്ല. listen this very carefully. പക്ഷെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇത് കേൾക്കുക. Satan's biggest role is to put
put comparisons in the church. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം സഭയ്ക്കകത്ത് താരതമ്യം കൊണ്ടുവരികയാണ്. Oh, Pastor Shibu is not good as Pastor Danny. ആമേൻ. പാസ്റ്റർ ശിവോ ഡാനി പാസ്റ്റർ അത്രയും നല്ലതല്ല. Oh, that music director is not good as this music director. ആമേൻ. ആ മ്യൂസിക് ഡയറക്ടർ ഈ മ്യൂസിക് ഡയറക്ടറിന്റെ അത്രയും പോരാ. That guy plays really good and this guy doesn't even speak. ആമേൻ. ആ വ്യക്തി നന്നായി ചെയ്യുന്നു, ഈ വ്യക്തി സംസാരിക്കാറില്ല. The most dangerous weapon of Satan is comparison. Amen. Never allow Satan to rule over your mind. പിശാച് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് താരതമ്യമാണ്. ഒരിക്കലും പിശാചിന് അതിന് ഇടം കൊടുക്കരുത്. I have no comparison with Shane. ആമേൻ. എനിക്ക് ഒരിക്കലും ഷെയ്നുമായി കമ്പയർ ചെയ്യാൻ കഴിയില്ല. Shane is good in his area. ഷെയ്ന്റെ രീതിയിൽ നല്ലതാണ്. Yes, and you know each one of them are good in their area. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും അവരുടെ മേഖലയിൽ We all നല്ലതാണ്. are important. നാം ഓരോരുത്തർക്കും പ്രാധാന്യമുണ്ട്. Can somebody say amen to this? അത് ഓർത്ത് എത്ര പേർക്ക് ആമേൻ എന്ന് When പറയാൻ all കഴിയും? this, when all the hands and feet and eyes and ears, we all come together. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ That's where when we say Calvary family. അപ്പോഴാണ് കാൽവറി കുടുംബം എന്ന് നാം പറയുന്നത്. Can we give a big hand to the Lord? കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? Can we give a big hand to the Lord? ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? Nobody should say I am better than him. ആമേൻ. ഞാൻ ആ വ്യക്തിയെക്കാളും ശ്രേഷ്ഠനാണ് നല്ലതാണെന്ന് No, ആർക്കും we പറയാൻ all പറ്റില്ല. have our own places in the body of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഭാഗങ്ങളുണ്ട്. Okay, we all have different gifts. ആമേൻ. നമുക്ക് വ്യത്യസ്തമായ കൃപാവരങ്ങളുണ്ട്. We have different ministries. പ്രത്യേകമായ ശുശ്രൂഷകളുണ്ട്. We have different influence. ആമേൻ. വ്യത്യസ്തമായ ഇൻഫ്ലുവൻസും ഉണ്ട്. Think about this. If me and Pastor Danny is going to talk about our influences, ആമേൻ. ഞങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഞങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ it's not going to work. അത് ഒരിക്കലും പ്രവർത്തികരിക്കത്തില്ല. My influence is different. എന്റെ സ്വാധീനം വ്യത്യസ്തമാണ്. Pastor Danny's influence is different. പാസ്റ്റർ ഡാനിയുടെ സ്വാധീനം വ്യത്യസ്തമാണ്. And remember, we all are called uniquely. നമ്മളെ ഓരോരുത്തരെയും ദൈവം We are വ്യത്യസ്തകരമായിട്ടാണ് very വിളിച്ചിരിക്കുന്നത്. unique in our calling. നമ്മുടെ ഓരോരുത്തരെയും വിളി വ്യത്യസ്തകരമാണ്. Please do not compare with anybody else. അത് മറ്റാരുമായിട്ടും താരതമ്യം Can I ചെയ്യരുത്. get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? All right. So Romans 12:4 says, റോമാലേഖനം 12:4-5 വാക്യം "For പറയുന്നു, we have many members in one body." ഒരു ശരീരത്തിൽ അനേക അംഗങ്ങൾ നമുക്കുണ്ട്. See, the beauty of the church is not that we all are same. ആമേൻ. സഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നാം എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നതല്ല. Are you listening? ശ്രദ്ധിച്ചു കേൾക്കണേ. The beauty of the church is not that we all are same. സഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നതല്ല. But the beauty of the church is that being different, we are one in Christ. നാം വ്യത്യസ്തരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൽ ഒന്നാകുന്നു. അതാണ് അതിന്റെ The സൗന്ദര്യം. unity of the church is not agreeing everything. ആമേൻ. സഭയുടെ ഐക്യത എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നാം ഒരുമിച്ച് എഗ്രി ചെയ്യുമ്പോഴല്ല. The unity of the church is not agreeing everything. എല്ലാ കാര്യത്തിലും എഗ്രി ചെയ്യുമ്പോഴല്ല സഭയുടെ സൗന്ദര്യം But the വരുന്നത്. unity of the church is that even with disagreements, we serve the living Lord. നമുക്ക് ഓരോ കാര്യത്തിൽ ഡിസഗ്രിമെന്റ് ഉള്ളപ്പോൾ നാം ഒരേ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. Number 3, മൂന്നാമതായി, if we have one head and one body, then we have one purpose. നമുക്ക് ഒരു തലയും ഒരു ശരീരവുമാണുള്ളെങ്കിൽ നമുക്ക് ഒരു See, ഉദ്ദേശമാണുള്ളത്. every gift builds the church. ആമേൻ. ഓരോ കൃപാവരങ്ങൾ സഭയെ പണിതെടുക്കുകയാണ്. Now, Romans chapter 12, verse 6 to 8. റോമാലേഖനം 12:6-8 വരെയുള്ള വാക്യത്തിൽ It's written, having then gifts differing according to the grace. ആമേൻ. കൃപയ്ക്കൊത്തവണ്ണമുള്ള വെവ്വേറെ കൃപാവരങ്ങൾ. So, Paul is teaching us through Paulos- the Holy Spirit പരിശുദ്ധാത്മാവിൽ പൗലോസ് ഇവിടെ പഠിപ്പിക്കുകയാണ്. that God has distributed different gifts. ആമേൻ. ദൈവം വ്യത്യസ്ത കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. Everybody is with different gifts. എല്ലാവർക്കും വ്യത്യസ്ത കൃപാവരങ്ങളുണ്ട്. I may be good in preaching and teaching. ആമേൻ. ഞാൻ ചിലപ്പോൾ പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനുമായിരിക്കും എൻ്റെ കൃപ. Somebody else is good in serving. ആമേൻ. മറ്റു ചിലർക്ക് ശുശ്രൂഷിക്കുവാനായിരിക്കും. Somebody else is good in leading. ആമേൻ. മറ്റു ചിലർക്ക് നയിക്കുവാനായിരിക്കും. I was just wondering when we went to missions, ഞാൻ മിഷൻസിന് പോയപ്പോൾ ഇപ്രകാരം ചിന്തിക്കുകയായിരുന്നു. the way everything was strategized, ആമേൻ. ഓരോ കാര്യങ്ങളും ക്രമപ്രകാരം ചെയ്തത്, the way it was organized. അത് ഓർഗനൈസ് ചെയ്ത രീതി I നോക്കിയപ്പോൾ don't think I could ever do that. എനിക്ക് ഒരിക്കലും അപ്രകാരം ചെയ്യാൻ But the കഴിയില്ല. way Tommy did it, അപ്പൊ ടോമി അത് ചെയ്തത് well organized, അത് അതിന്റെ രീതിയിൽ അത് well ചെയ്യാനിടയായി. strategized. നന്നായി ക്രമീകരിക്കുവാനിടയായി. That is the gift. His gift is different. My Amen. gift is different. തന്റെ കൃപയും എന്റെ കൃപയും തമ്മിൽ വ്യത്യാസമുണ്ട്. The way these kids and these youths were singing songs there, ആമേൻ. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ യൗവനക്കാർ അവിടെ പാട്ടുപാടിയത്, we heard the testimony that from
in their lifetime, they never had a worship experience like this. അവരുടെ ജീവിത ആയുഷ്കാലത്ത് ഒരിക്കലും അപ്രകാരം ഒരു ആരാധന അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് That അവർ was സാക്ഷ്യം the പറഞ്ഞത്. testimony. അതായിരുന്നു അവിടുത്തെ സാക്ഷ്യം. In their lifetime, they have not experienced this worship ആമേൻ. ഇപ്രകാരം ഒരു ആരാധന അവരുടെ ആയുഷ്കാലത്ത് അവർക്ക് ലഭിച്ചിട്ടില്ല. because they are gifted in that. കാരണം അപ്രകാരമാണ് അവർക്ക് ലഭിച്ച കൃപാവരങ്ങൾ. Think about if I am going to sing. ആമേൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാടാൻ പോയി കഴിഞ്ഞാലോ Well, how chaotic that would be. അത് എത്ര പ്രശ്നമായിരിക്കും. Right? But they are gifted in that. ആമേൻ. അവർക്ക് അതിൻ്റെതായിട്ടുള്ള കൃപ ഉണ്ട്. Everybody is gifted differently. ഓരോരുത്തർക്കും അപ്രകാരമുള്ള കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. Somebody is gifted to encourage. ആമേൻ. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനായിരിക്കും ഒരു കൃപ. Somebody is gifted to do real mathematics. ആമേൻ. യഥാർത്ഥമായ കണക്ക് കാര്യങ്ങൾ നോക്കാനായിരിക്കും മറ്റുള്ളവർക്കുള്ള കൃപ. There is a team who does a good job in accounting. ആമേൻ. അക്കൗണ്ട്സ് ചെയ്യുന്ന നല്ലൊരു കൂട്ടം നമുക്കുണ്ട്. There is a guy who did good in with our apps. ആമേൻ. നമ്മുടെ ആപ്പുകൾ നന്നായി ഡിസൈൻ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. Somebody is good with doing live. ആമേൻ. ലൈവ് ചെയ്യുവാൻ നന്നായി അറിയാവുന്ന ആൾക്കാരുണ്ട്. Everybody is gifted differently. ഓരോ വ്യക്തികൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ വ്യത്യസ്തമാണ്. Have you ever thought, why would God do that intentionally? ആമേൻ. ദൈവം മനഃപൂർവ്വമായി എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ Have you ചിന്തിച്ചിട്ടുണ്ടോ? ever thought, why would God give different gifts to different people? ആമേൻ. വ്യത്യസ്തപരമായ ഉള്ള കൃപാവരങ്ങൾ വ്യത്യസ്ത ആൾക്കാർക്ക് കൊടുത്ത് എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Have you ever thought that? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? Simple reason. അതിന് ഇപ്രകാരം ഒരു മറുപടി പറയാം. We all need to understand that we need each other. നമുക്ക് അന്യോന്യം ആവശ്യമാണെന്ന് നാം എപ്പോഴും തിരിച്ചറിയണം. The day you think that I don't care, ആമേൻ. എനിക്ക് ഒരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല. I don't need anybody, എനിക്കാരെയും ആവശ്യമില്ല. my credit card is there, എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. I don't depend on anybody, ഞാൻ ആരെയും ആശ്രയിക്കാൻ പോകുന്നില്ല. I don't care. ആമേൻ. ഞാൻ ചിന്തിക്കാൻ പോലും പോകുന്നില്ല. You slipped out of the purpose. ആമേൻ. ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് നാം വിട്ടുപോയിരിക്കുകയാണ്. God has put different gifts, ആമേൻ. ദൈവം വ്യത്യസ്തപരമായ കൃപാവരങ്ങൾ, and those gifts are irreplaceable. അത് നമുക്ക് റീപ്ലേസ് ചെയ്യുവാൻ In കഴിയില്ല. church, we need everybody. സഭയ്ക്കകത്ത് നമുക്ക് അന്യോന്യം We ആവശ്യമാണ്. need a small child. ആമേൻ. നമുക്ക് ചെറിയൊരു കുട്ടി മുതൽ, We need a skinny person. ആമേൻ, ഒരു കുറഞ്ഞ ആള് മുതൽ, We need a big guy. ആമേൻ, വലിയൊരാള്, We need tall people. ആമേൻ, ഉയരമുള്ള ആൾക്കാരും, We need short people. ആമേൻ, ഉയരം കുറഞ്ഞ ആൾക്കാരും, We need singers. ആമേൻ, പാട്ടുകാരെയും, We need musicians. നമുക്ക് We വാദ്യോപകരണങ്ങൾ need വായിക്കുന്നവരെയും, photographers. ഫോട്ടോ എടുക്കുന്നവരെയും, We need live people. ലൈവ് ചെയ്യുന്നവരെയും, We need drama makers. ആമേൻ, ഡ്രാമ ചെയ്യുന്നവരും, We need peacemakers. ആമേൻ, സമാധാനം കൊണ്ടുവന്നവരും, Sometimes we need peace breakers. ആമേൻ, സമാധാനം കെടുത്തുന്നവരെയും. Because without peace breakers, we won't stay right. ആമേൻ. സമാധാനം കെടുത്തുന്നവരില്ലെങ്കിൽ നമുക്ക് We നേരെ need everybody. ഇതെല്ലാം നമുക്ക് I ആവശ്യമാണ്. ask God, ഞാൻ ദൈവത്തോട് ചോദിക്കും, God, why do you give these peace breakers? സമാധാനം കെടുത്തുന്നവരെ എന്തിനാണ് നൽകി തന്നിട്ടുള്ളത്? And the Spirit of the Lord says me, in order to take you heaven. ആമേൻ. നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് I ഞാൻ thank God for that too. അത് ഓർത്ത് ഞാൻ ദൈവത്തെ We need സ്തുതിക്കുന്നു. everybody. സകലരെയും നമുക്ക് ആവശ്യമാണ്. We need all. സകലതും ആവശ്യമാണ്. Some of the wives may be thinking, why this husband? അവൻ ചില ഭാര്യമാർ ചിന്തിക്കും, എന്തിനാണ് ഈ ഭർത്താവ്, Why this husband? ഈ വ്യക്തി എന്തിനാ ഭർത്താവായത്? Well, without this husband, you will not go to heaven. അവൻ ഈ ഭർത്താവ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തത്തില്ല. Some husbands say, man, I had so many choice. Why this? അവൻ ഭർത്താക്കന്മാർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു, എന്തിനാണ് ഇത് വന്നത്, Why this? എന്തുകൊണ്ട് ഇത്? Well, God designed it well so that you can be in heaven. ദൈവത്തിന്റെ നല്ല പദ്ധതിയാണ്, കാരണം നിങ്ങളെ സ്വർഗ്ഗത്തിൽ കാണുവാൻ So വേണ്ടിയാണ്. everybody who believes that we are in right in the eyes of God, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ we യഥാർത്ഥമായി are good with each other. അന്യോന്യം നാം Can we നല്ലതാണ് give a big തോന്നുന്നു. hand to the Lord for all what God is doing? ദൈവം ചെയ്യുന്ന സകല പ്രവൃത്തിയും ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? Amen. ആമേൻ. Our spiritual gifts are not given for us to grow personally. നാം വ്യക്തിപരമായി വളരുവാൻ വേണ്ടിയല്ല നമുക്ക് കൃപാവരങ്ങൾ ദൈവം Now തന്നിട്ടുള്ളത്. listen this very carefully. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. No gift has been given to you for your personal promotion. ആമേൻ. സ്വയമേ നമുക്ക് പുകഴുവാനോ പ്രൊമോട്ട് ചെയ്യുവാനല്ല നമുക്ക് കൃപാവരങ്ങൾ തന്നിട്ടുള്ളത്. I did not receive the gift of preaching so that I can become rich through preaching. ആമേൻ. എനിക്ക് പ്രസംഗത്തിന്റെ ഒരു കൃപാവരം തന്നിട്ടുള്ളത് ഇതിലൂടെ ഞാൻ ധനവാനാകുവാനും എന്നെ പ്രൊമോട്ട് ചെയ്യുവാനുമല്ല. God has not given me or you a gift of playing music so that you can become rich through music. ആമേൻ. നിങ്ങൾക്ക് വാദ്യോപകരണങ്ങൾ വായിക്കുവാനുള്ള ഒരു കൃപ ദൈവം തന്നിട്ടുള്ളത് അതിലൂടെ നിങ്ങൾ ധനവാനാകുവാനല്ല. Hello. ആമേൻ. No. ഒരിക്കലുമല്ല. It is not for person. Somebody who can lead well, you are not there to become rich through that. ആമേൻ. നന്നായി ലീഡ് ചെയ്യുവാൻ കഴിവുള്ളവർ അതിലൂടെ സ്വയമേ ധനവാനാകുവാനല്ല.
But the spiritual gift is given for a reason. പക്ഷേ കൃപാവരങ്ങൾ തന്നിട്ടുള്ളത് അതിന് പ്രത്യേക ഉപയോഗങ്ങൾ To കാരണങ്ങളാണ്. build the church. സഭയെ പണിതെടുക്കുവാനാണ്. To serve each other. അന്യോന്യം ശുശ്രൂഷിക്കുവാനാണ്. To glorify Christ. ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനാണ്. To advance God's kingdom. ആമേൻ. ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയാണ്. Every gift that you have നിങ്ങൾക്കുള്ള ഓരോ കൃപാവരങ്ങൾ is not to make you important. അത് നിങ്ങളെ പ്രാധാന്യമുള്ള വ്യക്തിയാക്കുവാനല്ല. They are given to strengthen the church. അത് സഭയെ ശക്തീകരിക്കുവാൻ വേണ്ടിയാണ്. 1 Peter 4:10 says, 1 പത്രോസ് 4:10 വായിക്കുമ്പോൾ as each has received a gift. ആമേൻ. ഓരോരുത്തർക്കും ലഭിച്ച Come on, fill കൃപാവരത്തിനൊത്തവണ്ണം in the blanks. If each has received a gift, ഓരോരുത്തർക്കും കൃപാവരങ്ങൾ say ലഭിച്ചിട്ടുണ്ടെങ്കിൽ louder, say louder. Minister it to one another. അന്യോന്യം ശുശ്രൂഷിപ്പീൻ. Every spiritual gift is for others. ഓരോ കൃപാവരങ്ങൾ അത് അന്യോന്യം Can I get a ശുശ്രൂഷിക്കുവാനാണ്. good amen? നല്ലൊരു ആമേൻ Can കേൾക്കാമോ? I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Okay, the question is not what gift do I have? ആമേൻ. എനിക്ക് എന്ത് കൃപാവരം ഉണ്ട് എന്നല്ല ചോദ്യം. It's not, the question is not what gift I have. എനിക്ക് എന്ത് കൃപാവരം ഉണ്ടെന്നല്ല. Question is, with this gift, who is being blessed? ആമേൻ. ഈ കൃപാവരം കൊണ്ട് ആർക്ക് അനുഗ്രഹം ലഭിച്ചു? You have so much of potential. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. I always say this. ഞാൻ എപ്പോഴും ഇത് പറയും. There are so many people in here who are great. I mean, you are positioned in great post and influence in secular field. ആമേൻ. ഈ ലോകപരമായിട്ടുള്ള പല സ്ഥാനങ്ങളിൽ നിങ്ങളെ ദൈവം നല്ല ഉന്നത സ്ഥാനങ്ങളിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. Some of you are great nurses, ആമേൻ. നിങ്ങൾ ചിലർ നല്ല ശ്രേഷ്ഠകരമായ Great സ്ഥാനമുള്ള doctors. നഴ്സുമാരാണ്, നല്ല ഡോക്ടർമാരാണ്. great technicians, ആമേൻ. ശ്രേഷ്ഠകരമായ ടെക്നീഷ്യൻസ് great ആണ്. IT engineers. ആമേൻ. വലിയ IT എഞ്ചിനീയേഴ്സ് ആണ്. Some people are great teachers and coach. ആമേൻ. ചിലർ നന്നായി പഠിപ്പിക്കുവാനും കോച്ച് ആൾക്കാരാണ്. Your influence is great. നിങ്ങളുടെ സ്വാധീനം വലുതാണ്. Where is your gift in the house of the Lord? പക്ഷേ ദൈവത്തിന്റെ ഭവനത്തിൽ നിങ്ങളുടെ ആ കൃപാവരങ്ങൾ എപ്രകാരമാണ്? Our gifts has to be established and has to work in the house of the Lord. ആമേൻ. ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ള കൃപാവരങ്ങളും കഴിവുകളും അത് ദൈവ സഭയ്ക്കകത്ത് Church പ്രയോജനപ്പെടുന്നതാണ്. grows when everybody start putting their gifts in together. എല്ലാവരും അവരവരുടെ കൃപാവരങ്ങൾ ഒരുമിച്ച് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് സഭ വളരുന്നത്. So we have one head, നമുക്ക് ഒരു തലയുണ്ട്, we have one body, ഒരു ശരീരമുണ്ട്, we have one purpose, ആമേൻ. ഒരു ഉദ്ദേശമുണ്ട്, we have one goal. ഒരു ലക്ഷ്യമുണ്ട്, One goal. ഒരു ലക്ഷ്യമുണ്ട്. So this church has only one goal. ആമേൻ. ഒരു ലക്ഷ്യമാണ് ഈ സഭയ്ക്കുള്ളത്. And what is the goal? എന്താണ് ആ ലക്ഷ്യം? That every believer must mature. ആമേൻ. എല്ലാ വിശ്വാസികളും വളരണം. What is the goal of a church? ഒരു സഭയുടെ ലക്ഷ്യം എന്താണ്? We all need to grow. നാം എല്ലാവരും വളരേണ്ടത് We all ആവശ്യമാണ്. need to be mature. നാം എല്ലാവരും വളരേണ്ട ആവശ്യമാണ്. Ephesians 4:13. എഫേസ്യർക്ക് ലേഖനം 4:13 Paul is saying, പൗലോസ് പറയുകയാണ്, God's goal is that we all grow into the measure of the stature of the fullness of Christ. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ ആ സമ്പൂർണമായ തലയോളം നാം ഓരോരുത്തരും വളരേണ്ടതാണ്. I said this few weeks back. അല്പ ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഇത് പറഞ്ഞതാണ്. In church, we are not growing in music. സഭയ്ക്കകത്ത് നാം വാദ്യോപകരണങ്ങളിലല്ല വളരുന്നത്. If you say, I am not growing, ആമേൻ. നിങ്ങൾ പറയാൻ എനിക്കിവിടെ ഒരു വളർച്ചയുമില്ല. is that growing in music? അത് വാദ്യോപകരണ മ്യൂസിക്കിലാണോ വളരുന്നത്? Is that growing in singing? അത് പാട്ട് പാടുന്നതിലാണോ വളരുന്നത്? If somebody thinks that the measure of your growth is not how many stages you preach. നിങ്ങളുടെ വളർച്ചയുടെ അളവ് നിങ്ങൾ എത്ര വേദികൾ പ്രസംഗിച്ചു എന്നല്ല. No. ഒരിക്കലുമല്ല. ആമേൻ. The measure of your growth is not how many baptisms you have done. നിങ്ങളുടെ വളർച്ചയുടെ അളവ് നിങ്ങൾ എത്ര സ്നാന ശുശ്രൂഷ ചെയ്തതിലുമല്ല. The measure of your growth is not how many conventions you are preaching. നിങ്ങളുടെ വളർച്ചയുടെ ആത്മീയ വളർച്ചയുടെ അളവ് നിങ്ങൾ എത്ര കൺവെൻഷൻ പ്രസംഗിച്ചു എന്നല്ല. The measure or the success of a church is not measured by the attendance. ആമേൻ. സഭയുടെ ഒരു സക്സസ് അത് മെഷർ ചെയ്യുന്നത് അവിടെ എത്ര പേര് കൂടി വന്നെന്നല്ല. Come on, can I repeat that again? ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് The പറയട്ടെ. success of the church is not measured by its attendance. സഭയുടെ വിജയം അത് നാം മെഷർ ചെയ്യുന്ന അളക്കുന്നത് എത്ര പേര് അവിടെ കൂടുന്നതിലല്ല. The success of the church is measured by the transformation. പക്ഷേ സഭയുടെ വളർച്ച അതിന്റെ ജയം നാം അളക്കുന്നത് അവിടെ എത്ര രൂപാന്തരങ്ങൾ നടന്നു. The success of the church is not measured by its crowd. അവിടെ എത്ര വലിയ ജനക്കൂട്ടം ഉള്ളതിലല്ല. But it is measured by how many disciples we have. പക്ഷേ എത്ര ശിഷ്യന്മാർ ഉള്ളതിലാണ്.
The success of the church is not measured by the activities happening in church, സഭയുടെ വിജയം എന്ന് പറയുന്നത് സഭയ്ക്കകത്ത് നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസിലും അല്ല, but it is about the maturity of the believers in Christ. പക്ഷെ ക്രിസ്തുവിൽ ഉള്ള വിശ്വാസികൾ ക്രിസ്തുവിൽ എത്രത്തോളം വളരുന്നു അതിലാണ്. The Bible study was very good. ഇന്നത്തെ ബൈബിൾ സ്റ്റഡി വളരെ നല്ലതായിരുന്നു. God's desire is that we all be saved. ആമേൻ. കർത്താവിന്റെ ആഗ്രഹം നാം എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ്. And what? After being saved, what? രക്ഷിക്കപ്പെട്ടതിനു ശേഷം എന്താണ്? To grow in the knowledge of truth. ആമേൻ. ആ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നാം വളർന്നു വരുവാൻ വേണ്ടിയാണ്. Let me tell you. ആമേൻ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Come on, can I have your attention here? നിങ്ങളുടെ ശ്രദ്ധ ഞാനൊന്ന് ആഗ്രഹിക്കട്ടെ. The success of you being in a church നിങ്ങൾ ഒരു സഭയിലായിരിക്കുന്നതിന്റെ വിജയം for last 12 years, 16 years, 17 years, 5 years and 4 years is not that how many committees you have your name in the committees. ആമേൻ. സഭയിൽ 10, 12, 4, 5 എത്ര വർഷമായിക്കൊള്ളട്ടെ, അതിൽ നിങ്ങൾ എത്ര കമ്മിറ്റിയിൽ ഇരുന്നു എന്നതിലല്ല. What all programs do I do? ഞാൻ ഏതൊക്കെ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. But simple thing is that are you maturing in Christ? ആമേൻ. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിൽ Are വളരുന്നുണ്ടോ you എന്നാണ്. growing in Christ? ക്രിസ്തുവിൽ നിങ്ങൾ വളരുന്നുണ്ടോ Are എന്നാണ്. you transforming in Christ? ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഒരു രൂപാന്തരം ഉണ്ടാകുന്നു You know, എന്നതാണ്. in 12 years ഈ 12 വർഷത്തിൽ or in 16 അല്ല years, 16 വർഷത്തിൽ God is not going to ask you how many weights you gained and how many you lost. ആമേൻ. എത്ര വെയിറ്റ് കൂടി എത്ര വെയിറ്റ് കുറഞ്ഞു എന്ന് ദൈവം ചോദിക്കാൻ No, പോകുന്നില്ല. it's all good whatever you do. ആമേൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ലതാണ്. I appreciate that. അതോർത്ത് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. God is not going to ask you how you are changing yourself like that great preacher. ആമേൻ. ആ ശ്രേഷ്ഠനായ ദൈവദാസനെ പോലെ നിങ്ങൾ എത്രത്തോളമായി എന്നല്ല ചോദിക്കുന്നത്. Simple thing is that പ്രകാരമാണ് ദൈവം how ചോദിക്കുന്നത്. much I have changed like Jesus. ക്രിസ്തുവിനെ പോലെ ഞാൻ എത്രത്തോളം Can I call രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. Calvary Assembly? ഇന്ന് ഞാൻ ഈ സഭയുടെ ആഹ്വാനം ചെയ്യട്ടെ. Our goal നമ്മുടെ ലക്ഷ്യം is not to make big monies. ആമേൻ. ഒരുപാട് ധനം സമ്പാദിക്കുന്നില്ലല്ലോ. Yes, let the money come. ധനം അത് വന്നോട്ടെ. It's not to attain many positions. അവന് ഏതെങ്കിലും സ്ഥാനം നേടുവാൻ വേണ്ടിയുമല്ല. Let the positions come. It's okay. സ്ഥാനമാനങ്ങൾ വന്നോട്ടെ. It's not about how to make name and fame. എപ്രകാരം എനിക്ക് പേരും പെരുമയും ഉണ്ടാകുന്നല്ല. But the most important goal is പക്ഷേ ഏറ്റവും പ്രാധാന്യമുള്ള ലക്ഷ്യം more like the master. എനിക്ക് ആ യജമാനനെ പോലെയാകണം. More like the master. എനിക്ക് ആ യജമാനനെ പോലെയായിത്തീരണം. If I am an eye, ഞാൻ ഒരു കണ്ണാണെങ്കിൽ more like the eye of Jesus Christ. കർത്താവിന്റെ കണ്ണ് പോലെ എനിക്കായി If I'm മാറണം. an ear, ഞാൻ ഒരു കാതാണെങ്കിൽ more like the ear of Jesus Christ. കർത്താവിന്റെ ആ കാത് പോലെ എനിക്ക് മാറണം. Let me tell you, church, സഭയോട് ഞാനൊന്ന് പറയട്ടെ. we can do all kind of dramas here. നമുക്ക് ഇവിടെ ഒരുപാട് പ്രകസനങ്ങൾ ചെയ്യാം. We can do all kind of dramas here. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. Like Judas, we can come and kiss. യൂദയെ പോലെ നമുക്ക് വന്നാൽ ഇങ്ങനെ ചെയ്ത് ചുംബനം ചെയ്യാം. And we can do the backstabbing. പക്ഷേ പുറമെ നിന്ന് കുത്തുവേനും ചെയ്യാം. We can do all kind of dramas. ഇവിടെ നമുക്ക് അപ്രകാരമുള്ള പ്രഹസനങ്ങൾ But ചെയ്യാം. let me tell you one thing. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ. God is not interested in any of our dramas. ആമേൻ. നമ്മുടെ പ്രഹസനങ്ങളിലല്ല ദൈവം God is not നോക്കുന്നത്. interested in any of our politics. നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്സ് അല്ല ദൈവം God നോക്കുന്നത്. is not interested in any kind of gossips. ആമേൻ. ഇവിടുത്തെ ഗോസിപ്പിലല്ല ദൈവം God is ശ്രദ്ധിക്കുന്നത്. interested how much more we are transforming into the life of Jesus Christ. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയോളം ദൈനംദിനം നാം എത്രത്തോളം Can രൂപാന്തരപ്പെടുന്നു. somebody അതാണ് praise ദൈവം God? നോക്കുന്നത്. Can somebody praise God? എത്ര പേർക്ക് അതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ You കഴിയും? may all be born with different personalities. ആമേൻ. വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളിലൂടെയായിരിക്കും നിങ്ങൾ From a ജനിച്ചത്. very young age, you may be rebellious. ആമേൻ. ചെറുപ്രായത്തിൽ നിങ്ങൾ ഒരുപാട് തിരസ്കരിക്കുന്നവരായിരിക്കും. You can have personality disorders. ആമേൻ. ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് Yeah, ഉണ്ടായിരിക്കും. all ADHD kind of things. ആമേൻ. എല്ലാ ADHD പല കാര്യങ്ങൾ All കാണാം. personality disorders can be there. ആമേൻ. വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളായിരിക്കാം. But can I tell you, പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ. being in Christ, ക്രിസ്തുവിലായിരിക്കുമ്പോൾ my Christ can change your life. എന്റെ ക്രിസ്തുവിനെ നിങ്ങളുടെ Can ജീവിതത്തെ change your മാറ്റുവാൻ കഴിയും. personalities. നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റുവാൻ കഴിയും. Christ can change the way you talk. നിങ്ങളുടെ സംസാര രീതിയെ മാറ്റുവാൻ കഴിയും. Yes, He can change the way you talk. നിങ്ങളുടെ സംസാര രീതിയെ മാറ്റുവാൻ കഴിയും. Every time you don't have to be rebellious. ഓരോ തവണയും നിങ്ങൾക്ക് ഇപ്രകാരം റബലാകുവാൻ ആവശ്യമില്ല. In every conversation, you don't have to be very, very contentious. ആമേൻ. നിങ്ങളുടെ ഓരോ കോൺവെർസേഷനിലും നിങ്ങൾ ഇപ്രകാരം ആകേണ്ട ആവശ്യമില്ല. You don't have to be, quarreling. എല്ലാ സംസാരത്തിലും നിങ്ങൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. Being in Christ, ക്രിസ്തുവിലാകുമ്പോൾ my God can change you. എന്റെ ദൈവത്തിന് നിങ്ങളെ My മാറ്റുവാൻ God can കഴിയും. change me. എന്റെ ദൈവത്തിന് എന്നെ മാറ്റുവാൻ Can കഴിയും. somebody pray today? എത്ര പേർക്ക് ഇന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും? My goal, ultimate goal, എന്റെ ആത്യന്തികമായ ലക്ഷ്യം is not doing anything else, ആമേൻ. മറ്റൊന്നും ചെയ്യുന്നതിലല്ല, but to become more like Christ. പക്ഷെ ക്രിസ്തുവിനെ പോലെയായി Come on, തീരുന്നവരാണ്.
becoming more like Christ. ക്രിസ്തുവിനെ പോലെ Can somebody praise God? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ The കഴിയും? question is not how long I attended the church. എത്ര നാൾ ഞാൻ സഭയിൽ കൂടി വന്നു എന്നല്ല, The question is how I become more like Christ. ഞാൻ എത്രത്തോളം ക്രിസ്തുവിനെ പോലെ ആയി തീർന്നു എന്നാണ്. Can we pray today? ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ Lord, കഴിയുമോ? if that is the goal, ദൈവമേ അതാണ് if ലക്ഷ്യമെങ്കിൽ, that is your word says, അതാണ് തന്റെ വചനം I പറയുന്നുവെങ്കിൽ, can commit my life to you. ഞാൻ ഇന്ന് എന്റെ ജീവിതം അങ്ങയുടെ ഏൽപ്പിക്കുന്നു. Any church that does not change you, ആമേൻ. ഏതൊരു സഭയും നിങ്ങളെ if രൂപാന്തരപ്പെടുത്തുന്നില്ലെങ്കിൽ, the preaching of the gospel is not changing you, സുവിശേഷ പ്രഘോഷണം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നില്ലെങ്കിൽ, then that church is not the church of Jesus Christ. ആ സഭ പിന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയല്ല. If the preaching is only motivational, ആമേൻ. പ്രസംഗം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക മാത്രമാണെങ്കിൽ, if the preaching is just to give you some hype, നിങ്ങളെ ഒന്ന് ഹൈപ്പിൽ നിർത്തുക മാത്രമാണെങ്കിൽ, if the preaching is just to give some positive thoughts, ആമേൻ, ചില പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു സംസാരം മാത്രമേ my ഉള്ളെങ്കിൽ, brothers and sisters, that cannot be the church of Jesus Christ. അത് തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയേ അല്ല. The preaching of Christ can offend you. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്ദേശം അത് ചിലപ്പോൾ നിങ്ങളെ ഒഫൻഡ് ചെയ്തെന്ന് വരാം. As the first prayer that Tommy was praying, ആമേൻ. പ്രിയ ടോമി ആദ്യം പ്രാർത്ഥിച്ച പോലെ, oh, pierce our heart, ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണമേ, pierce our heart. ഞങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് തുളയ്ക്കണമേ. The preaching of Christ can offend you, ആമേൻ. ക്രിസ്തുവിന്റെ സന്ദേശം നിങ്ങളെ തുളയ്ക്കുന്നതിന് but it ചെയ്യും. is not to kill you. പക്ഷേ അത് നിങ്ങളെ കൊന്നുകളയുവാനല്ല, It is not to destroy you, തകർത്ത് കളയുവാനല്ല, but it is to build you in Jesus Christ. ക്രിസ്തുവിൽ നിങ്ങളെ പണിതെടുക്കുവാനാണ്. Can somebody praise God? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ With കഴിയും? this, I come to the last one. ആമേൻ. അവസാനത്തെ ചിന്തയിലേക്ക് വരട്ടെ. We have one mission. ഒരു മിഷനാണ് നമുക്കുള്ളത്. And what is the mission? എന്താണ് ആ ദൗത്യം? The world must see Jesus. ആമേൻ. ലോകം ക്രിസ്തുവിനെ കാണണം. The mission of the church is സഭയുടെ ദൗത്യം ഇതാണ്. that world must see Christ through church. ആമേൻ. സഭയിലൂടെ ലോകം ക്രിസ്തുവിനെ കാണണം. Matthew 5:14. ആമേൻ. മത്തായിയുടെ സുവിശേഷം 5:14. You are the light of the world. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. You are the light of the world. ആമേൻ. നിങ്ങൾ ലോകത്തിന്റെ In വെളിച്ചമാകുന്നു. Ephesians 1:22. എഫേസ്യർക്ക് ലേഖനം 1:22 മുതലുള്ള Come on, വാക്യങ്ങൾ listen this very carefully. Can we read this together? നമുക്ക് ചേർന്നൊന്ന് വായിക്കാമോ? The church, which is his body, is the fullness of him. What does that mean? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? What is our mission? എന്താണ് നമ്മുടെ ദൗത്യം? That through this body, ഈ ശരീരത്തിലൂടെ, my personal body, എന്റെ വ്യക്തിപരമായ ശരീരത്തിലൂടെ, through the church body, സഭയാം ശരീരത്തിലൂടെ Christ will be portrayed. ആമേൻ. ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. Have you ever thought why enemy is dead against the church? ആമേൻ. എന്തുകൊണ്ടാണ് ശത്രു സഭയ്ക്ക് എത്രയും വിരോധമായി നിൽക്കുന്നതെന്ന് Do you know that? എന്തുകൊണ്ടെന്നാണ് അറിയാമോ? What's the biggest thing? ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? Head is not seen. ആമേൻ. തലയെ കാണുന്നില്ല. Head has gone, ആമേൻ. തല പോയി കഴിഞ്ഞു, but still the body is working. പക്ഷേ ശരീരം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. Enemy knows പിശാചിന് നന്നായി this body അറിയാം is connected to the head. ഈ ശരീരം ആ തലയായി He was ബന്ധപ്പെട്ട് always against the head. ആമേൻ. എപ്പോഴും ആ തലയോട് And this എതിർപ്പാണ്. enemy will always be against the body. ഈ ശത്രു എപ്പോഴും ഈ ശരീരത്തോടും എതിർപ്പ് And കാണിക്കും. that's why he will fight. അതുകൊണ്ടാണ് എപ്പോഴും ഇതിനോട് പോരാടം So ചെയ്യുന്നത്. church, remember one thing. സഭ എപ്പോഴും ഓർത്തിരിക്കുക. I was hearing somebody said this, and this is not my quote. ആമേൻ. ഇത് ഞാൻ പറഞ്ഞതല്ല, പക്ഷെ ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ കേട്ടു. On Sunday we are born again. ഞായറാഴ്ച നാം വീണ്ടും ജനിച്ചവരാണ്. From Monday till Saturday we are gone again. തിങ്കളാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ നാം എവിടോ പോയിരിക്കും. So Sunday we are born again. ആമേൻ. ഞായറാഴ്ച നാം വീണ്ടും From ജനിച്ചവരാണ്. Monday till Saturday we are gone again. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ നാം പിന്നെയും കൈവിട്ടു പോയി. Everything that you do, നാം ചെയ്യുന്ന സകല കാര്യങ്ങളും, even the dress that you wear, നാം ധരിക്കുന്ന വസ്ത്രം പോലും, even everything that you write, everything that you speak, everything that you say, ആമേൻ, നാം എഴുതുന്നതും നാം പറയുന്നതും ചെയ്യുന്ന കാര്യങ്ങൾ സകലതും, doesn't matter what you wear on Sunday, നാം ഞായറാഴ്ച എന്ന് ധരിക്കുന്നതല്ല, but matters whether you're at home or you're away. ആമേൻ, നാം ഭവനത്തിലാണോ അതോ നാം എവിടെയോ ആണോ, All days you are born again. ഓരോ ദിവസവും നാം വീണ്ടും ജനിച്ചവരാണ്. Can we tell Lord, നമുക്കിത് ദൈവത്തോട് പറയാൻ through കഴിയും, my action, എന്റെ പ്രവൃത്തിയിലൂടെ, through my appearance, എന്റെ through അപ്പിയറൻസിലൂടെ, my words, എന്റെ വാക്കുകളിൽ കൂടെ, through my writings, എന്റെ എഴുത്തുകളിൽ കൂടെ, through my dressings, എന്റെ വസ്ത്രധാരണത്തിൽ കൂടെ, through my talk, എന്റെ സംസാരത്തിലൂടെ, every day I will display I'm a born again child of God. ഓരോ ദിവസവും ഞാൻ പ്രദർശിപ്പിക്കുന്നത് ഞാൻ വീണ്ടും Can we ജനിച്ച give a ഒരു big hand to the ദൈവവേദനയാണ്. Lord and worship the name of the Lord? കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന്
മഹത്വപ്പെടുത്തുവാൻ Because കഴിയുമോ? according to this verse, കാരണം ഈ വാക്യപ്രകാരം fullness of Christ is in me. ആമേൻ, ക്രിസ്തുവിന്റെ സമ്പൂർണ്ണത എന്റെ ഉള്ളിലുണ്ട്. It's not about who is watching me. ആരെന്നെ കാണുന്നു എന്നല്ല. It's not about, I'm not at church today. ഓ, ഞാൻ ഇന്ന് ചർച്ചിലില്ല. It's not about the pastor is there or not. പാസ്റ്റർ ഉണ്ടോ ഇല്ലയോ എന്നല്ല. It's all about if God is watching me. ദൈവം എന്നെ കാണുന്നോ ഇല്ലയോ എന്നാണ്. Amen. ആമേൻ, ആമേൻ. Joseph had nobody around him when Potiphar's wife asked him to sleep with him. പോത്തിഫറിന്റെ ഭാര്യ യോസേഫിനോടൊപ്പം ആകുവാൻ ആഗ്രഹിച്ചപ്പോൾ അവിടെ മറ്റാരുമില്ലായിരുന്നു. It was a private room. അതൊരു സ്വകാര്യമായ സമയമായിരുന്നു. It may be a private bedroom. അതൊരു സ്വകാര്യ ബെഡ്റൂം ആയിരിക്കാം. And she know that her husband is not going to come. അവിടെ തന്റെ ഭർത്താവ് വരത്തില്ലെന്ന് തനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. Nobody was watching Joseph. അവിടെ ആരും യോസേഫിനെ But കാണാനില്ലായിരുന്നു. what Joseph said, പക്ഷെ അവിടെ യോസേഫ് എന്താ പറഞ്ഞത്? how can I commit sin against my God? എന്റെ ദൈവത്തോട് ഞാൻ പ്രകാരം പാപം ചെയ്യും. Our mission is to be like Jesus Christ. നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ World സമ്പൂർണ്ണതയുള്ള must see മകനാണ്. Jesus Christ. ആമേൻ, ലോകം ക്രിസ്തുവിനെ കാണണം. Jesus has already ascended to heaven. ആമേൻ, കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം But his ചെയ്തിരിക്കുന്നു. ministry continues in church. തന്റെ ശുശ്രൂഷ സഭയിൽ കൂടി എടുത്ത് Come on, church, are you ചെയ്തിരിക്കുകയാണ്. listening this? ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? Are you listening നിങ്ങൾ this? ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? Jesus has already gone to heaven. ആമേൻ, കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം But his ചെയ്തിരിക്കുകയാണ്. ministry still continues on earth with church. ആമേൻ, പക്ഷേ സഭയിലൂടെ ഭൂമിയിൽ തന്റെ ശുശ്രൂഷകൾ ചെയ്തെടുക്കുകയാണ്. Today church is his hands. ആമേൻ, ഇന്ന് സഭ തന്റെ We കൈകളാണ്. are his feet. ആമേൻ, നാം ഓരോരുത്തരും തന്റെ കാലുകളാണ്. His compassion is shown through us. ആമേൻ, തന്റെ സൗമ്യത ഇന്നും നമ്മളോട് His കാണുന്നുണ്ട്. truth is proclaimed through us. ആമേൻ, തന്റെ സത്യം നമ്മളോടെയാണ് വിളിച്ചു His പറയുന്നത്. love is demonstrated through തന്റെ us. സ്നേഹം നമ്മളോട് പ്രകടമാക്കുകയാണ്. Calvary Assembly, can I tell you? പ്രിയ സഭയോട് ഞാൻ ഒന്ന് പറയട്ടെ. The church is heaven's embassy on earth. ആമേൻ, ഭൂമിയിലുള്ള എംബസി, സ്വർഗ്ഗത്തിലെ ഭൂമിയിലുള്ള എംബസിയാണ്. How many of you can say that? എത്ര പേർക്ക് അത് പറയുവാൻ We are കഴിയും? the embassy of heaven on earth. ആമേൻ, സ്വർഗ്ഗത്തിൽ ഉള്ള റെപ്രസെന്റേഷൻ ഭൂമിയിൽ നാമാണ്. We are the salt. നാം ആണ് ഉപ്പ്. We are the light. നാം ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Church, the question is, ചോദ്യം ഇതാണ്. as Calvary Assembly, we are situated in Sugar Hill. ആമേൻ, നാം ഈ പട്ടണത്തിൽ, ഷുഗർ ഹിൽ എന്ന പട്ടണത്തിൽ ദൈവം നമ്മളെ Calvary ആക്കിയിരിക്കുകയാണ്. Assembly is responsible to present Christ in Sugar Hill. ഈ പട്ടണത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം നമ്മളെ ആക്കിയിരിക്കുകയാണ്. In our subdivisions, we are there to represent Christ. നമ്മളെ ഓരോരുത്തരെയും ഓരോ സബ് ഡിവിഷനിലാക്കിയിരിക്കുന്നത് അവിടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ്. If one day Calvary Assembly disappears, ഒരു ദിവസം കാൽവറി അസംബ്ലി ഇല്ലാതായാൽ will that affect the presence of God in Sugar Hill? ആമേൻ, അത് ഷുഗർ ഹില്ലിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ? It should affect. അത് തീർച്ചയായിട്ടും ഒരു Because പ്രശ്നം we ഉണ്ടാകും. are the representation here. കാരണം നാം ഓരോരുത്തരുമാണ് അതിന്റെ റെപ്രസെന്റേഷൻ. Can I tell you this? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Are we under one head? നാം ഒരു തലയുടെ കീഴിലാണോ? Are we under one head നാം ഒരു തലയുടെ കീഴിലാണോ? where Christ rules? അവിടെ ക്രിസ്തു Are ഭരിക്കുന്നു. we one body നാം ഒരു ശരീരമാണോ? where every member belongs? അവിടെ ഓരോ വ്യക്തിക്കും അവിടെ Are we with പ്രാധാന്യമുണ്ട്. one purpose നാം ഒരു ഉദ്ദേശത്തോടുകൂടിയാണോ? that every gift is building each other? ഓരോ കൃപാവരങ്ങളും അന്യോന്യം Are we with പണിതെടുക്കുന്നുണ്ടോ? one goal ഒരേ ലക്ഷ്യത്തിലാണോ? that every believer should mature? ഓരോ വിശ്വാസികളും ക്രിസ്തുവിനോളം Do വളരണം. we have one mission ഒരേ ദൗത്യമാണോ ഉള്ളത്? that the world see Jesus Christ? ഈ ലോകം ക്രിസ്തുവിനെ കാണണം. Now this is the question that we should ask before we close. ആമേൻ, നാം അവസാനിപ്പിക്കുന്ന ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതാണ്. Is Christ truly the head of my life? എന്റെ ജീവിതത്തിൽ ക്രിസ്തു സാക്ഷാൽ തലയായിരിക്കുന്നു. Have I found my place in this body? തന്റെ ശരീരത്തിൽ ഞാൻ എന്റെ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ടോ? Am I using my gift for the benefit of the church? സഭയുടെ പ്രയോജനത്തിനു വേണ്ടി ഞാൻ എന്റെ കൃപാവരങ്ങൾ Am I പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? growing spiritually? ഞാൻ ആത്മീയമായി വളരുന്നുണ്ടോ? Does my life reveal Jesus Christ? എന്റെ ജീവിതത്തിൽ കൂടി ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നുണ്ടോ? Church, our vision is to grow in Christ. നമ്മുടെ ദർശനം ക്രിസ്തുവിൽ വളരുവാൻ വേണ്ടിയായിരിക്കണം. If you believe that this is where Lord is leading you, ഇതിലേക്കാണ് ക്രിസ്തു നിങ്ങളെ നയിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ can you revisit? ആമേൻ, ഒന്നുകൂടെ ഒന്ന് പുനഃസ്ഥാപിക്കാൻ It's നോക്കൂ. not about your gifts are presentable or not. ആമേൻ, നിങ്ങളുടെ കൃപാവരങ്ങൾ വെളിപ്പെടുത്താൻ പറ്റുന്നതാണോ അല്ലയോ എന്നല്ല. It's not about how important you are, നിങ്ങൾ എത്ര പ്രാധാന്യമുള്ള വ്യക്തിയാണോ അല്ലയോ എന്നല്ല. but the importance is, am I the body of Jesus Christ? ഞാൻ കർത്താവിന്റെ ശരീരമാ സഭയിൽ ഒരു Would you അംഗമാണോ love to എന്നാണ്. give one more time, dedicate your life to Jesus Christ? വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ തന്നെ ആ കർത്താവിന്റെ Make കരങ്ങളിലേക്ക് Jesus ഏൽപ്പിച്ചു as the കൊടുക്കാൻ head of our life. നമ്മുടെ ജീവിതത്തിന്റെ തലയായ ക്രിസ്തുവിനെ To become ആക്കുവാൻ his കഴിയുമോ? body. തന്റെ ശരീരമാകുവാൻ To make that one purpose. അവൻ
അവൻ ആ ഒരു ഉദ്ദേശത്തിനു വേണ്ടി, for one goal and one mission. അവൻ ഒരേ ലക്ഷ്യത്തിനും ഒരേ ദൗത്യത്തിനും How many വേണ്ടി. of you would love to dedicate yourself? നിങ്ങളിൽ എത്ര പേർ അതിനു വേണ്ടി ഒന്ന് താഴ്ത്തിയേൽപ്പിക്കാൻ Not just തയ്യാറാണ്? hearing this, ഇത് വെറുതെ കേൾക്കുക but മാത്രമല്ല, committing ourselves. പക്ഷെ നമ്മളെ തന്നെ ഒന്ന് Everybody താഴ്ത്തിയേൽപ്പിച്ചുകൊണ്ട് who would love to do that, അത് ചെയ്യുവാൻ ആഗ്രഹമുള്ള would you സകലരും please rise up where you are? നിങ്ങളായിരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ Committing കഴിയുമോ? ourselves in the hands of നമ്മളെ God. തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് Dedicating our life to the Lord. നമ്മുടെ ജീവിതം തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് And let's commit our life in the hands of God. നമ്മളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് Would you ഏൽപ്പിച്ചു lift your കൊടുക്കാം. hands as we worship the name of the Lord? ആരാധിക്കുമ്പോൾ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഒന്ന് Come on, every eyes to be closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. Make a promise to the Lord. ഇന്ന് ദൈവവുമായി ഒരു ഉടമ്പടി You are my ഉണ്ടാക്കുക. head. ആമേൻ. ഞാൻ അങ്ങയുടെ കരമാണ്. It's not about what my gift is, ആമേൻ. എന്റെ കൃപാവരം but എന്നതല്ല, it's about your body, O Lord. പക്ഷേ അങ്ങയുടെ ശരീരത്തിനാണ് പ്രാധാന്യം.